നമ്മളുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഒരു ഫാഷൻ തിങ് ഫോളോ ചെയ്യണമെന്ന് വിചാരിക്കുന്ന മെൻസിന് വേണ്ടിയുള്ളതാണ് ഈ ഒരു വീഡിയോ. പ്രത്യേകിച്ച് നമ്മളുടെ കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിലൊക്കെ പല കാര്യങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ പിന്നീട് അത് വേസ്റ്റ് ആയി പോകുന്നുണ്ടാവും. അത്തരത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ലാത്ത ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഒന്നാമത് പ്യുവർ വൈറ്റ് ഡെനിം. ഇത്തരത്തിലുള്ള പാൻസുകൾ കാണാനായിട്ട് തന്നെ അടിപൊളിയായിട്ടുണ്ടാവും. ഒരുപാട് ആക്ടേഴ്സ് മോഡൽസും ഒക്കെ ഇട്ടിട്ടുണ്ടാവും. സോ നമ്മളും നമ്മളുടെ റെഗുലർ യൂസിന് ഇത് മേടിക്കാം എന്ന് പറഞ്ഞ് ചിന്തിക്കുകയാണെങ്കിൽ ഇത് വേസ്റ്റ് ആയി പോകാനുള്ള സാധ്യത, പോസിബിലിറ്റീസ് എന്നുള്ളത് കുറച്ച് കൂടുതലാണ്. നിങ്ങളൊരു മോഡലാണ്, കുറച്ച് ഫോട്ടോഷൂട്ട് തുടങ്ങിയ കാര്യങ്ങൾക്ക് മാത്രമേ ഇത് യൂസ് ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ. പക്ഷെ നിങ്ങളത് കോളേജിൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് മേടിക്കുന്നത്, പല ഫംഗ്ഷൻസിന് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് മേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വാർഡ്രോബിൽ വെറുതെ കിടക്കാനുള്ള പോസിബിലിറ്റീസ് എന്നുള്ളത് കൂടുതലാണ്. എവിടെയെങ്കിലും നമ്മൾ ഇരുന്ന് എഴുന്നേൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും, നമ്മൾ കൈയൊക്കെ കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് കൈ പാൻറ്റിൽ തൊടുന്ന സമയത്താണെന്നുണ്ടെങ്കിലും, ഫോണ് എടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോക്കറ്റിന്റെ ഭാഗത്ത് ടച്ച് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും കുറച്ച് കറയാവാനും ചെളിയാവാനും ഒക്കെ ഉള്ള പോസിബിലിറ്റീസ് എന്നുള്ളത് വളരെയധികം കൂടുതലാണ്. ഷർട്ടിന്റെ കാര്യത്തിൽ കൂടി ഓക്കെയാണ്, പക്ഷെ പാൻറ്റിന്റെ കാര്യത്തിൽ അത് കുറച്ചുകൂടി പെട്ടെന്ന് ഒരു ഡേർട്ട് ആവുന്ന ഒരു പ്ലേസ് ആണ്. സോ അതുകൊണ്ട് തന്നെ മാക്സിമം പ്യുവർ വൈറ്റ് ഡെനിം അവോയ്ഡ് ചെയ്യുന്നത് ഗുഡ് ആയിരിക്കും. രണ്ടാമത്, അവോയ്ഡ് സ്പെൻഡിങ് മണി ഓൺ സെക്കൻഡ് കോപ്പി. അതായത് നമ്മളിപ്പോൾ പല ഷൂസിന്റെ കാര്യം, സ്നീക്കേഴ്സിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല സ്നീക്കേഴ്സും 25,000, 20,000 അല്ലെങ്കിൽ 50,000 റുപ്പീസിന്റെ പ്രൊഡക്റ്റുകളൊക്കെ ആയിരിക്കും. ആ ഒരു സെയിം ഷൂസ് തന്നെ നമുക്ക് 1,000 റുപ്പീസിനും 1,200 റുപ്പീസിനും ഒക്കെ അവൈലബിൾ ആയിരിക്കും. പക്ഷെ പ്രത്യേകിച്ച് അതൊരു സെക്കൻഡ് കോപ്പി ഒക്കെ ആവുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ ഡാമേജ് വരാനും ഒരുപാട് അഴുക്കുകൾ വളരെ ഈസി ആയിട്ട് തന്നെ പറ്റിപ്പിടിക്കാനും അങ്ങനെയുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. പിന്നെ ചെറിയൊരു ടൈം കഴിയുന്ന സമയത്ത് തന്നെ അതിന്റെ ഒരു ക്വാളിറ്റി ലുക്ക് എന്നുള്ളതൊക്കെ മാറി കിട്ടുകയും ചെയ്യും. സെയിം മണി 1,000-1,500 ആ ഒരു റേഞ്ചിലുള്ള ബ്രാൻഡഡ് ഷൂസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഒരു നല്ല ലുക്കായിട്ടും കുറച്ചുകൂടി ഒരു ക്വാളിറ്റി ആയിട്ടും തന്നെ നിലനിൽക്കും. ഒരു മിനിറ്റ്, അടുത്ത പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു നെസസറി ആയിട്ടുള്ള കാര്യവും നമുക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയും കൂടി പറഞ്ഞു തരാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് തന്നെ അവോയ്ഡ് ചെയ്താലും, എന്ത് തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുത്താലും നമ്മളുടെ കോൺഫിഡൻസ് എന്നുള്ളതാണ് ഏറ്റവും കോർ ആയിട്ടുള്ള കാര്യം. ആ ഒരു കോൺഫിഡൻസ് ഇല്ല, അത് ബിൽഡ് ചെയ്തെടുക്കാനായിട്ടുള്ള കാര്യങ്ങളും ടൈമും ഒന്നും തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് തന്നെ കാര്യങ്ങൾ ഉണ്ടാക്കിയാലും എൻഡ് ഓഫ് ദ റിസൾട്ട് ആയിട്ട് 0 ആയിരിക്കും. റീസെന്റ് ജോർജ് മാത്യു ആഡംസ് രചിച്ച യു ക്യാൻ എന്നുള്ള പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു. കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അടിപൊളി പുസ്തകമാണ്. കുക്കു FM-ലെ ഈ ഒരു പുസ്തകം അല്ലാതെ മറ്റ് അനവധി സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളുണ്ട്. നിങ്ങൾ സെയിൽ 70 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ മെമ്പർഷിപ്പ് എന്നുള്ളത് ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് വെറും 29 രൂപയ്ക്ക് തന്നെ ലഭിക്കും. ഈ ഒരു ഓഫർ എന്നുള്ളത് മെയ് 29, 30, 31 തീയതികൾ വരെ മാത്രമേ ലഭ്യമാവുള്ളൂ. 10,000 ഓഡിയോ ബുക്സിന്റെ വലിയ ഒരു ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കടന്നു ചെല്ലാം വെറും 29 രൂപയ്ക്ക്. കുക്കു FM-ന്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ കൂപ്പൺ കോഡ് സെയിൽ 70 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് എൻറോൾ ചെയ്തോളൂ. മൂന്നാമത്, സ്ലിപ്പേഴ്സ്. നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ള ഓൾഡ് സ്കൂൾ സ്ലിപ്പേഴ്സ് ഒക്കെ നമ്മൾ ഏതാനും ഒരു 4 വർഷങ്ങൾക്ക് മുൻപ് വരേക്കും ഒക്കെ കുറച്ചൊരു ട്രെൻഡിങ് ആയിരുന്നു. പക്ഷെ നൗ ഇറ്റ് ഈസ് നോട്ട്. സോ ഇതൊക്കെ ഇപ്പോഴും നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നതിന് പകരം ഈ കാണുന്ന തരത്തിലുള്ള ചെരുപ്പുകളിലേക്കോ മറ്റുമൊക്കെ, അല്ല എങ്കിൽ പറ്റുമെങ്കിൽ ഷൂസിലേക്കൊക്കെ അപ്ഗ്രേഡ് ആവാൻ ശ്രമിക്കുക. ഇനി ഇത് യൂസ് ചെയ്യണം, ഇതാണ് നിങ്ങൾക്ക് കംഫേർട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. അതുകൊണ്ടൊന്നും ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ അത് വെച്ച് ആരെയും ജഡ്ജ് ചെയ്യാനും പോകുന്നില്ല. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടി ഒരു ഫാഷൻ മൈൻഡഡ് ആയിട്ട് കുറച്ചുകൂടി ഒന്ന് ആ ഒരു ലെവലിൽ തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ഇതിലേക്ക് മൂവ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. നാലാമത്, വൈറ്റനിങ് ക്രീം. വൈറ്റനിങ് ക്രീം എന്ന് പറയുന്ന സമയത്ത് തന്നെ സ്റ്റെറോയിഡ് ബേസ്ഡ് ക്രീം എന്നൊക്കെ പറയാം. അതായത് നമ്മൾ ചില വൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ വെളുക്കുന്നുണ്ടാവും. അത് യൂസ് ചെയ്ത് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 ആഴ്ച, 1 മാസം കൊണ്ടൊക്കെ നല്ല രീതിയിൽ നമ്മളുടെ സ്കിന്ന് കളർ വയ്ക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുൻപുണ്ടായിരുന്ന കളറിനെക്കാളും നല്ല രീതിയിൽ തന്നെ ഡാർക്ക് ആവുകയും ചെയ്യുന്നുണ്ടാവും. മാത്രമല്ല ഇതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ് ആയിട്ട് സ്കിന്ന് ഭയങ്കരമായിട്ട് ലൂസ് ആവുക, വെയിലത്തൊന്നും തന്നെ ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ പോലും ഉണ്ടാവുക. സൺസ്ക്രീൻ ഒന്നും ഇല്ലാതെ വെയിലത്ത് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നല്ല രീതിയിൽ ഡാർക്ക് അടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക, സ്കിന്നിലെ റാഷസ്, ഇച്ചിങ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക തുടങ്ങി പല പ്രശ്നങ്ങളും ഇത്തരത്തിലുള്ള വൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുന്നത് മൂലം ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. സോ നിങ്ങളുടെ ഫ്രണ്ടോ അല്ല എങ്കിൽ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് വൈറ്റനിങ് ആവുകയാണ്, നീ ഇത് യൂസ് ചെയ്ത് നോക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അവരെ
അവരെയും അത് യൂസ് ചെയ്യാതിരിക്കാനായിട്ട് സജസ്റ്റ് ചെയ്യുക. മാർക്കറ്റിൽ നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കും. വെറും 100 രൂപ 200 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മളത് തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെളുക്കുകയും ചെയ്യും. പക്ഷെ അതിന് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിൽ കാണുക. ആ ബ്രാൻഡിന്റെ നെയിം എന്താണെന്നൊന്നും പറഞ്ഞ് ഞാനിവിടെ ഡീബ്രാൻഡ് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ ആരും തന്നെ ഇതൊന്നും കയറി ഉപയോഗിക്കാതിരിക്കുക. 5ാമത് നെക്ലസ്. ഇപ്പോഴും പല ബോയ്സും മെൻസ് ആണെന്നുണ്ടെങ്കിലും പല നെക്ലസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണെന്നുണ്ടെങ്കിൽ ട്രെൻഡ് ഔട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് കട്ടിയുള്ള നെക്ലസ് ഒക്കെ പലരും യൂസ് ചെയ്യാറുണ്ട്. സോ നിങ്ങൾ ഇപ്പോൾ അത് യൂസ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്തോളൂ. നിങ്ങൾക്ക് മാല എന്തെങ്കിലും വിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ടുള്ള കുറച്ചുകൂടി തിന്നായിട്ടുള്ള എന്തെങ്കിലും ചൂസ് ചെയ്ത് വിയർ ചെയ്തോളൂ. അതുപോലെ ഇത്തരത്തിലുള്ള ആക്സസറീസ് ഒക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലോക്കൽ ആയിട്ടുള്ള ആക്സസറീസും തന്നെ ചൂസ് ചെയ്യാതിരിക്കുക. കാരണം പെട്ടെന്ന് തന്നെ അതിന്റെ ക്വാളിറ്റി എന്നുള്ളതൊക്കെ നഷ്ടപ്പെട്ട് അത് വേറൊരു കളറിലേക്കൊക്കെ മാറുന്നുണ്ടാവും. സോ അവോയ്ഡ് ഇറ്റ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, ഫങ്കി മൊബൈൽ കേസസ്. നിങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് ആൻഡ് മിനിമൽ ആയിട്ടുള്ള മൊബൈൽ കേസ് യൂസ് ചെയ്യുന്നതിന് പകരം ഇത്തരത്തിൽ ഓവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ ഓവർ ചിത്രങ്ങളായിട്ടുള്ള മൊബൈൽ കേസസ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു സ്റ്റാൻഡേർഡ്നെസ് മിസ് ഔട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന് പകരം നിങ്ങൾ ഒരു പ്ലെയിൻ കളറിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ കേസ് ആണ് മേടിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കുറെ കൂടി നല്ല രീതിയിൽ യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് എന്നുള്ളത് വളരെയധികം കൂടുതലാണ്. സോ ഇത് മൊബൈൽ കേസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഫങ്കി ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെ ആയിട്ടുള്ളത് പർച്ചേസ് ചെയ്യുന്നതിന് പകരം ഇത്തരത്തിലുള്ളത് പർച്ചേസ് ചെയ്യുക. സോ എനിവേ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്. സ്റ്റേ ഗ്രൗണ്ടഡ്. ബൈ.